എല്ലാവർക്കും TJS വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ മണി മേക്കിംഗ് സൈറ്റുകളിലൊക്കെ അല്ലെങ്കിൽ ആപ്ലിക്കേഷനോ വെബ്സൈറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർ തീർച്ചയായും യൂസ് ചെയ്യുന്നതായിരിക്കും പേപ്പാൽ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം. കാരണം നമുക്ക് റെഡീം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതായിരിക്കും പേപ്പാൽ. അപ്പോൾ പേപ്പാലിൽ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് ബിടെക് പാസ് ആയിട്ടുള്ളവർക്കൊക്കെ തീർച്ചയായും ഫ്രഷേഴ്സ് ആണെങ്കിൽ പോലും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലൊക്കെ ബിടെക് പാസ് ആയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അയച്ചു കൊടുക്കുക. കാരണം ഇതൊരു ഗ്ലോബൽ ആയിട്ടുള്ള, അതായത് ഇന്റർനാഷണൽ ഇതാണ് പേപ്പാൽ എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നല്ലൊരു സാലറി കിട്ടുന്നതായിരിക്കും. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ അതിനുള്ള ബെല്ലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ ഇത് പേപ്പാലിൻ്റെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇവിടെ നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവർ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതായത് ബിടെക് ഇതിലേതെങ്കിലും പ്രൊഫഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഫ്രഷേഴ്സ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവർ പറയുന്നുണ്ട് ഏതൊക്കെ ബാച്ച് പാസ് ഔട്ട് ആയാലും കുഴപ്പമില്ല, 2024, 2023, 2022, 2021. അപ്പോൾ ഇത് തീർച്ചയായും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം പേപ്പാൽ പോലെയുള്ള നമുക്കറിയാം സൈറ്റ്, നമ്മൾ പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് സാലറി കിട്ടുന്നതായിരിക്കും. അപ്പോൾ സാലറിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അവർ കൊടുത്തിട്ടില്ല. പക്ഷേ അവർ ഇത് അതിനകത്ത് എലിജിബിലിറ്റി ആയിട്ടുള്ള ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ബിടെക് വേണം, അതിന് എത്ര ശതമാനം, 70% വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് 10th അല്ലെങ്കിൽ +2 60% വേണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ 3 സ്റ്റെപ്പായിട്ടാണ് സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. അതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴോട്ട് വരുവാണെങ്കിൽ ഏതൊക്കെ ഡെസിഗ്നേഷൻസ് ആണ് ഇപ്പോൾ പേപ്പാൽ അവർ നോക്കുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റോ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് PayPal.com എന്ന് പറയുന്ന ക്രോമിനകത്ത് വന്ന് PayPal.com കൊടുത്ത ശേഷം ക്ലിക്ക് ചെയ്ത ശേഷം പേപ്പാലിൻ്റെ സൈറ്റ് വരുന്നതായിരിക്കും. അവിടെ ജോബ് എന്നുള്ള ഓപ്ഷനുണ്ട്. ജോബ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വേക്കൻസി കാണാൻ സാധിക്കുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ വർക്ക് എൻവയോൺമെൻറ്റ് എങ്ങനെയാണ്, അതുപോലെ നമ്മൾ അപ്ലൈ ചെയ്യാൻ നേരത്ത് നമ്മൾ എന്തൊക്കെ വേണം, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മുടെ വേണം, അതുപോലെ തന്നെ നമ്മുടെ അതിൻ്റെ ഫോട്ടോ കോപ്പി വേണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം ഇത് അധികം പേർക്കൊന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റായിട്ടുള്ള അതിനകത്ത് എലിജിബിലിറ്റി എല്ലാം നിങ്ങൾ കറക്റ്റാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ജോലി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മീഡിയേറ്റർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരിക്കും. കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പൈസ കിട്ടുന്നതായിരിക്കും. അതുപോലെ വർക്കിംഗ് കിട്ടുന്നതാണ്, നല്ലപോലെ ഏണിങ്സ് നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. എഞ്ചിനീയേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ ടെലിഗ്രാമിൽ ഒരു ചാനലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം ഞാൻ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഏതെങ്കിലും ആപ്ലിക്കേഷനെ കുറിച്ചോ അല്ലെങ്കിൽ വെബ്സൈറ്റിനെ കുറിച്ചോ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള റിവ്യൂ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് വിസിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും.